പണ്ട് നമ്മൾ പുറത്ത് പടം ചെയ്യുമ്പോൾ ഞാൻ കേട്ടിട്ടില്ല, ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ പിന്നീടാണ് ഇപ്പം ഈ അടുത്ത കാലത്തൊക്കെയാണ് ഞാൻ കെനിയയിലും UK-ലും അമേരിക്കയിലൊക്കെ പടം ചെയ്തത്. പക്ഷെ ആ സമയത്ത് ഞാൻ കേട്ടിട്ടുണ്ട് ഐ വി ശശിയൊക്കെ പോകുന്നത്. അദ്ദേഹം അവർ ഒരു അതിലുള്ള ആർട്ടിസ്റ്റുകളാണ് എല്ലാം ചെയ്യുന്നത്. ഒരു ആർട്ടിസ്റ്റ് ആയിരിക്കും അസോസിയേറ്റ് ഡയറക്ടർ, അസിസ്റ്റന്റ് ഡയറക്ടർ, ഒരാൾ മേക്കപ്പ് കിറ്റ് ക്യാരി ചെയ്യുക, ഒരാൾ കോസ്റ്റ്യൂം ക്യാരി ചെയ്യുക. അങ്ങനെയൊക്കെയാണ് സിനിമ ചെയ്തിരിക്കുന്നത് ആ കാലഘട്ടം. ഇന്ന് നടക്കുമോ? ഇന്ന് പറഞ്ഞ ഈ അടുത്ത് കാശ്മീർ പോയത്. അപ്പോൾ ഞങ്ങളിങ്ങനെ യാത്ര ചെയ്ത് വരുമ്പോൾ നോക്കിയപ്പോൾ ഒരു 1.5 കിലോമീറ്ററിന് വണ്ടി കിടക്കുന്നു. അങ്ങനെ അപ്പോൾ ഇത്രയും വണ്ടി കിടക്കുന്നത് ഒരു ഷൂട്ടിങ്ങിൻ്റെ ഒരു ലക്ഷണം കാണുന്നുണ്ട്. കുറേ ആൾക്കാർ ഈ മറ്റേതുണ്ടല്ലോ വോക്കി ടോക്കിയൊക്കെ പിടിച്ച് അങ്ങോട്ട് നടക്കുന്നു ഇങ്ങോട്ട് നടക്കുന്നു. അപ്പോൾ ഞങ്ങൾ വണ്ടി നിർത്തിയപ്പോൾ ഒരാളുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു, അപ്പോൾ പുള്ളിക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായി. സാർ ഞാൻ പറഞ്ഞു, എന്താ അത് ഷൂട്ടിംഗ് നടക്കുന്നത് ഒരു വലിയ തമിഴ് ഫിലിമിൻ്റെ ഷൂട്ടിംഗ് ആണാവുക. കാശ്മീരിൽ 1.5 കിലോമീറ്ററോളം വണ്ടി കിടക്കുക. അപ്പോൾ അതാണ് ഇന്നത്തെ സിറ്റുവേഷൻ. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരു ഷൂട്ടിങ്ങിന് സുരേഷ് പ്രൊഡ്യൂസ് ചെയ്ത സിനിമയാണ് വാശി എന്ന് പറഞ്ഞ സിനിമ. അപ്പോൾ സുരേഷ് ഞാനിങ്ങനെ കാറിലെത്തും. സുരേഷിൻ്റെ ഒരുപാട് സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. പൂച്ചയ്ക്കൊരു 30 തൊട്ട് അങ്ങോട്ട്. സുരേഷോട് സുരേഷ് പറയാം, നമ്മുടെ അന്നത്തെ സിനിമ ഇന്നത്തെ സിനിമ ഇനി കണ്ടോന്ന് പറഞ്ഞു. ആകെ ഞങ്ങളുടെ ഷൂട്ടിങ് നടക്കുന്ന 4 വണ്ടി കിടക്കുന്നുണ്ടാവും. ഒരു ജീപ്പ്, 2 അംബാസഡർ, ഒരു മെട്രോയുടെ വാൻ, വേറെ ഒന്നുമില്ല. അതേപോലെ തന്നെ ഒരു 3/4 കിലോമീറ്ററിന് വണ്ടികൾ കിടക്കുന്നു. ഇതാണ് ഇന്നത്തെ സിനിമ എന്ന് പറയുന്നത്. ഇന്നത്തെ സിനിമയുടെ വ്യത്യാസം അല്ലേ? എന്തായാലും ശങ്കരേട്ടനൊക്കെ ഒരു യാത്രയും ഓർമ്മയൊക്കെ നമുക്ക് കേട്ടിരിക്കാനൊന്നും ഒന്നും സംസാരിക്കാൻ പോലും നോക്കുന്നില്ല. ഇരിക്കുവാനും ഒത്തിരി സിനിമയെ കുറിച്ച് സംസാരിക്കാറുണ്ട്. നിങ്ങളുടെയൊക്കെ സിനിമ അങ്ങനെ നമുക്കൊന്ന് ഇരിക്കുകയും ചെയ്യണം കേട്ടോ. യാത്ര നമ്മുടെ എഴുത്തോലയിലേക്ക് അല്ല, ഒരുപാട് ഞാൻ പറഞ്ഞില്ലേ, ഇതിലൊക്കെ ഒരുപാട് എടുത്ത് പറയേണ്ട ആൾക്കാരുണ്ട്. ഇപ്പം നസീർ സാറിനെ കുറിച്ചൊക്കെ ഒരുപാട് സംസാരിക്കാൻ പറ്റും. സത്യമൊക്കെ എനിക്കറിഞ്ഞൂടാ ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യൻ ഉണ്ടാവുമോ എന്നുള്ളത്. നമുക്കൊക്കെ ഒരു വലിയ പാടാണ്. അദ്ദേഹം ഇത്രയും വലിയൊരു സൂപ്പർ സ്റ്റാർ മലയാള സിനിമ കണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറാണ് അത് അല്ലേ. ആ കാലഘട്ടത്തിലെ ആണുങ്ങളും പെണ്ണുങ്ങളും കുട്ടികളും ഒക്കെ ഒരേപോലെ ഒരു സ്റ്റാറേ അന്ന് അത്രയും സ്നേഹിച്ചിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു ഇന്നില്ലെന്നല്ല ഞാൻ പറയുന്നത്, ചില ആ കാലഘട്ടം നോക്കുമ്പോൾ ഇന്ന് വേറെ കാലഘട്ടത്തിലാണ്. ഞങ്ങളുടെ ഒരു കാര്യം ചോദിച്ചില്ല, പറയുമെന്ന് എനിക്കറിയില്ല, കുറേ ഹീറോയിൻസുമായിട്ട് അഭിനയിച്ചിട്ടുണ്ടല്ലേ അല്ലേ? ആ സമയത്ത് മലയാളി ഈ എല്ലാ പെൺപിള്ളേരും ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു നടനാണ് അല്ലേ? അന്നൊക്കെ സെൽഫി ഉണ്ട്, ഇപ്പൊ സെൽഫി മൊബൈൽ നിറഞ്ഞു പോയാണെന്ന് എനിക്ക് തോന്നുന്നത്. എന്നും പല ആർട്ടിസ്റ്റുകൂടെ എന്നും ഒരു നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു നായികയുടെ പേര് പറയാൻ പറഞ്ഞാൽ ഏത് നായികയുടെ പേര്? മേനക തന്നെയാണ്. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അഭിനയിക്കുന്ന എല്ലാ സിനിമയും സക്സസ് ആയിരുന്നു. സക്സസ് ആണല്ലോ ഇതിന്റെയൊക്കെ ഒരു. പിന്നെ നമ്മള് മേനകി ഞാനുമായിട്ട് നല്ല അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു. ഒരു സീൻ ചെയ്യുമ്പോഴും അത് എല്ലാം എനിക്ക് കുറെ കൂടിയും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ട്രസ് ആയിരുന്നു. എല്ലാവരും അങ്ങനെ പറയണമെന്നില്ല, അതാണ് ഞാൻ ചോദിച്ചത്. മേനക 32 സിനിമയിൽ അഭിനയിച്ചു ഹീറോയിനായിട്ട്. അവരുടെ പ്രണയം തുടങ്ങുമ്പോൾ നിങ്ങൾ ഒരുമിച്ച് അഭിനയിക്കുന്നു? അതെ, ഞങ്ങൾ അഭിനയിക്കുന്നത്. എന്നെ കാണാൻ സെറ്റിൽ വന്നിട്ട് തന്നെയാണ് സുരേഷ് മേനകയെ സ്നേഹിക്കുന്നതും അവര് തമ്മിൽ. പക്ഷെ ശങ്കരേട്ടനോടും പറയാതെയാണ് അവരുടെ പ്രണയം തുടർന്നുകൊണ്ടിരുന്നത്. ഞാൻ അറിഞ്ഞു ലാസ്റ്റ് മറ്റേ അറിയണമെന്ന് എനിക്ക് അല്ലല്ല, എനിക്കറിയായിരുന്നു. അങ്ങനെയല്ല, തുടക്കത്തിൽ ഉണ്ടായിരുന്നില്ല. ഞാൻ കാണാൻ വരും, എന്നെ കണ്ടുകൊണ്ടിരിക്കും, ഇവര് പോയി ഇങ്ങനെ സംസാരിക്കും കുറെ കാര്യം. പിന്നെ മേനക ഒരു ഫാമിലി ഓറിയന്റഡ്, അമ്മ അച്ഛൻ ബ്രദേഴ്സ് എല്ലാവരും ഉണ്ടാവും സെറ്റില്. അപ്പൊ അങ്ങനെ ഇവര് പിന്നെ സുരേഷൻ പൂച്ചയ്ക്കൊരു 30 സൈൻ ചെയ്തു. പിന്നെ അതൊന്നും അങ്ങനെ തുടർന്ന് അങ്ങ് പോയി. പിന്നെ നമ്മുടെയൊക്കെ സപ്പോർട്ടും നിങ്ങളുടെ യാത്രയും കേട്ടല്ലോ അല്ലേ? പഴയകാല ചരിത്രം അല്ലേ? ഈ ഞാൻ ശങ്കരേട്ടന്റെ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ ഞാൻ ചെറുതിലെ കണ്ടപ്പോ ഈ മറ്റേ അന്ന് ചെറുത് തന്നെ. അപ്പൊ ഈ മറ്റേ പാരീസ് മിഠായിയുടെ ഇതുണ്ടല്ലോ, അതിന്റെ അത് ഞാൻ ഇന്നും പാരീസ് മിഠായി എന്നല്ല, ഏത് മിഠായി മേടിച്ചാലും ഞാൻ അതുപോലെ പാവ ഇങ്ങനെ ഉണ്ടാക്കി. ഏത് മിഠായിയുടെ കവർ അത് ആ മൂവി കണ്ടിട്ടുണ്ടായ ഒരു ടെൻഡൻസി. അന്ന് തൊട്ട് ഇന്ന് വരെ ഞാനത് മിഠായിയുടെ കവർ. അതെ അതെ, ആ മിഠായി ഇപ്പോഴും ഞാൻ എവിടെ കണ്ടാലും മേടിക്കും എന്നുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ടേസ്റ്റ് ആണ് അല്ലെ പാരീസ് മിഠായിയുടെ ടേസ്റ്റ്. അതാ ആ ഒരു ഇതിൽ അതിനകത്ത് ഇങ്ങനെ പാവ ഉണ്ടാക്കി വെക്കുമല്ലോ. ഞാൻ ആ സിനിമയില് ചെയ്യുമ്പോ ഓരോ
പ്രാവശ്യം ഞാൻ പോയിട്ട് പുതിയതാണല്ലോ, കൂടുതൽ രാഗം ചെയ്തു എന്നേ ഉള്ളൂ, റിലീസായി ഹിറ്റായിക്കൊണ്ട് ഓടിക്കൊണ്ടിരിക്കുക. അപ്പോൾ വാച്ചിക്കാണ് ഡയറക്ടർ ഫാസിലാണ് ഓരോന്നും പറഞ്ഞു തന്നത് എൻ്റെ അടുത്ത്. ഇപ്പോൾ ഓരോ മാനറിസവും ആ സിനിമയിൽ അദ്ദേഹം അഭിനയിച്ച് കാണിക്കും, ഇത് ഇങ്ങനെ ചെയ്യുന്നു പറയും. ഞാൻ കുറേ ഈ ഒരു വേറൊരു സ്റ്റൈലൊക്കെ ചെയ്ത് നോക്കും, പക്ഷെ ഇങ്ങനെയല്ല, ഇങ്ങനെ കാണിക്കുക, പിന്നെ ആ പോക്കറ്റിൽ ഇങ്ങനെ കൈയിട്ടിട്ട് ഇങ്ങനെ നടക്കുന്നത്, എന്നിട്ട് അത് എടുക്കുന്നത്, അതൊക്കെ വലിയ ഹിറ്റായിരുന്നു. ഭയങ്കര ആക്ടറാ സാർ. സാർ എല്ലാം അഭിനയിച്ച് കാണിച്ചു, നമ്മുടെ അഭിനയിക്കും, ലേഡീസിന്റെ അഭിനയിക്കും, പ്രായയുടെ എല്ലാം അഭിനയിച്ച് കാണിച്ചു. ഗംഭീര ആക്ടർ, അതുപോലെ ചെയ്യാൻ ഭയങ്കര പാടാണ്. ആ ഒരു സ്കൂൾ അതിലൂടെ ഞങ്ങൾ വന്നോണ്ടേ നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസ്. ഇത് വന്നവർക്ക് ആർക്കും ഒരു പരാജയമില്ല, നേട്ടങ്ങൾ ഉണ്ടായിട്ടുള്ളൂ. നമ്മൾ ഹമ്പിൾ ടൗൺ ഭയങ്കര സാറോട് അതുകൊണ്ടായിരിക്കും അദ്ദേഹത്തിന്റെ മകൻ ഇത്രയും വലിയ സൂപ്പർ സ്റ്റാർ അതെ അല്ലേ? തീർച്ചയായിട്ടും ഭയങ്കരമാണ്. എന്തോ ആളെ ഒരു രക്ഷയില്ല. ഡിഫറെന്റ് ക്യാരക്ടേഴ്സും ചെയ്ത് എത്രയോ ക്യാരക്ടർ. അതല്ല, ഫഹദിന്റെ അഭിനയം ഒരു രക്ഷയില്ല. അത് വേറൊരു യാത്രയാണ് അദ്ദേഹത്തിന്റെ. ഏത് കഥാപാത്രം കൊടുത്താലും ഒരു സമയത്ത് അഭിനയിക്കാൻ അറിയില്ല എന്ന് മാറ്റി നിർത്തിയല്ലേ. അങ്ങനെയൊക്കെ എത്രയും ചരിത്രം. നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞതിന് ഒരു സമയം എന്ന് പറയുന്നത് വലിയ ഫാക്ടറാണ്. ഇന്നത്തെ ജനറേഷനിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ ആ ടൈം വന്നു, നല്ല കഥാപാത്രങ്ങൾ വന്നു, അത് ചെയ്യാനുള്ള ടാലന്റും ഉണ്ട്, അത് വിജയിക്കുന്നു. അതെ അതെ. മോഹൻചേട്ടന് ഇതുപോലെ തന്നെ എക്സ്പീരിയൻസ് ഉള്ള ആളെയോ എത്രയോ ആളുകളുടെ പഴയ ആളുകളുടെ കൂടെ. എനിക്കിപ്പോഴും മോഹൻചേട്ടനെ അടുത്തിരിക്കുമ്പോൾ എനിക്ക് വേണ്ട ഒരു സോങ് എന്ന് വെച്ചാൽ എനിക്ക് 1 മുതൽ 0 വരെയുള്ള ഒരു 2 ലൈനാണ്. അതിൽ നിന്ന് വേണം നമുക്ക് തുടങ്ങാൻ. അത് കേൾക്കാത്ത ആളുകളുണ്ടാവില്ല, അത് കേട്ട് ഉറങ്ങാത്ത കുട്ടികളുണ്ടാവില്ല. തീർച്ചയായിട്ടും അല്ലേ ശങ്കരേട്ടനൊക്കെ എല്ലാവരും നമുക്ക് ഇഷ്ടപ്പെടുന്ന ആ ഒരു 2 ലൈൻ ഇതിലേക്ക് ഒന്ന് പോവാം. രാരി രാരി രംതാരോ പാടി രാക്കിളി പാടി രാരി രാരി രംതാരോ പാടി രാക്കിളി പാടി പൂമിഴി പൂട്ടിമല്ലേ നീയോറങ്ങി ചായോറങ്ങി സ്വപ്നങ്ങൾ പൂവിടും പോലെ നീളേ. എനിക്ക് മ്യൂസിക് ചെയ്യാൻ അറിയാത്തൊരു കാലഘട്ടത്തിൽ ചെയ്തതാണ്. നവോദയയിൽ അറിയാം. നവോദയയിൽ എങ്ങനെയോ ചെന്നപ്പെട്ട എൻ്റെ ഫ്രണ്ട് TK രാജീവ് കുമാറാണ് എന്നെ നവോദയക്ക് പരിചയപ്പെടുത്തിയത്. അങ്ങനെയാണ് രാജീവ്കാരനാണ് ഞാൻ ഇന്നിവിടെ ഇരിക്കുന്നു, മോഹൻസിത്താരായിട്ട് ഇരിക്കുന്നത്. അതിന് ഞാൻ രാജീവിനോട് ഒരുപാട് നന്ദി. അതിലുപരി എൻ്റെ ദൈവത്തിനോടും എന്നെ കൈപിടിച്ച് നടത്തിയ എൻ്റെ ചേട്ടനുണ്ട്, മൂത്തുചേട്ടൻ സുബ്രഹ്മണ്യൻ ചേട്ടൻ, അതുപോലെ എന്നെ പഠിപ്പിച്ച എല്ലാ ഗുരുനാഥന്മാരോടും ഞാൻ ഈ സമയത്ത് നന്ദി പറയണം.